സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരു പുതിയ ദർശനം, ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ ഒരു വേലയെപ്പറ്റി, വേല ചെയ്ത് തീർക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരാവേശം ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ പ്രസംഗ വിഷയം, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ജയാളിയായി ചെയ്തു തീർക്കാം. നിൻ്റെ ശുശ്രൂഷ ജയാളിയായിട്ട് ചെയ്തു തീർക്കാം. എങ്ങനെ? എന്തിന്? യുവാക്കളെ, എൻ്റെ പ്രസംഗം നിങ്ങളോടാണ്. വിദ്യാർത്ഥികളെ, എൻ്റെ പ്രസംഗം നിങ്ങളോടാണ്. ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് തുടങ്ങേണ്ട? ഒരു ശുശ്രൂഷ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. ദൈവവുമായിട്ടൊരു കൂട്ടിമുട്ടൽ, ദൈവവുമായിട്ടൊരു അഭിമുഖ സംഭാഷണം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണമെന്ന് അല്ല, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും വെച്ച് നിങ്ങൾക്കൊരു ശുശ്രൂഷ ആവശ്യമുണ്ടെങ്കിൽ ദൈവമായിട്ട് കൂട്ടിമുട്ടണം. ഞാൻ എങ്ങനെയാണ് ദൈവമായിട്ട് കൂട്ടിമുട്ടിയത്? രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞും വെച്ച് അഡ്ഡൂരിനടുക്കലുള്ള ഒരു സ്ഥലത്തെ ഒരു സാമുവൽ ഉണ്ടായിരുന്നു, പട്ടാളത്തിൽ സിവിലിയനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനകത്ത് പാസ്റ്റർ PM തോമസിൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീസെ പ്രാർത്ഥിച്ചാട്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടു, ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവെ, നിനക്ക് ഈ ലോകം ഒരു മുൾക്കിരീടം മാത്രമാണ് തന്നതെങ്കിൽ ഞാൻ മറ്റെന്ത് പ്രതീക്ഷിക്കണം? അതായിരുന്നു ഞാനുമായിട്ടുള്ള എൻകൗണ്ടർ. ഇതാ വേറൊരു കാര്യം, ഒരു കഥ പറയുകയാണ്, യഥാർത്ഥ കഥ. കോൾഗേറ്റ് എന്ന് നിങ്ങൾ കേട്ട് കാണും. കോൾഗേറ്റിനെ പറ്റി കേൾക്കാത്തവരാരുണ്ട് അല്ലേ? 1806 വില്യം കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലെത്തി. തന്നിൽ കുറച്ച് രൂപ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതുമായിട്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹം ഒരു പള്ളിയിൽ പോയിരുന്ന് കരയുകയായിരുന്നു. അവിടുത്തെ പട്ടക്കാരൻ കയറി വന്നു ചോദിച്ചു, എന്താ ചെറുപ്പക്കാരാ നീ കരയുന്നത്? പറഞ്ഞതുപോലെയാണ്, ഞാനൊരു അന്യനാട്ടിൽ വന്നിരിക്കുന്നത്, എനിക്കവിടെ വേറെ ആരുമില്ല, എൻ്റെ കയ്യിൽ കുറച്ച് രൂപ മാത്രമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആ പട്ടക്കാരൻ ആ മനുഷ്യനോട് രക്ഷയുടെ സുവിശേഷം പറഞ്ഞു. ആ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പറഞ്ഞു, യേശുവാണ് ഈ നിൻ്റെ പാർട്ട്ണർ, പോയിട്ടൊരു ബിസിനസ് തുടങ്ങി, എന്തോ ചെയ്യാനറിയാം. എൻ്റെ അമ്മ സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പഠിക്കും. സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ശരി, പോയി സോപ്പ് ഉണ്ടാക്കിയാട്ടെ. അദ്ദേഹം ഏതാണ്ട് കുറച്ച് രൂപ എങ്ങാണ്ട് കൊടുത്തു. അദ്ദേഹം പോയിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ഫാക്ടറിയിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുമ്പോൾ വിളിച്ച് പറഞ്ഞു, കോൾഗേറ്റ് സോപ്പ്, കോൾഗേറ്റ് സോപ്പ്, കോൾഗേറ്റ് സോപ്പ്, കോൾഗേറ്റ് സോപ്പ് വില പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ എനിക്ക് ടൂത്ത് പൗഡർ ഉണ്ടാക്കാനും അറിയാമല്ലോ. അദ്ദേഹം ടൂത്ത് പൗഡർ ഉണ്ടാക്കി കടലാസിനകത്ത് പൊതിഞ്ഞ് വിറ്റു. കോൾഗേറ്റ് ടൂത്ത് പൗഡർ അവസാനം ഇന്ന് ലോകത്തിൽ മുഴുവൻ പരന്ന് കിടക്കുന്നതായിട്ട് കോൾഗേറ്റ് ആൻഡ് പാൽമോളിവ് കമ്പനിയായിട്ട് മാറി. എങ്ങനെയാണ്? ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായതിനാൽ. പക്ഷേ അദ്ദേഹം ദൈവത്തിൽ നടന്നു പോയില്ല. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന ബാപ്റ്റിസ്റ്റ് സഭയിലെ ഡീക്കനായിരുന്നു അദ്ദേഹം. ദൈവം നിന്നെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ കള്ളുഷാപ്പിലേക്ക് പോകരുത്. ദൈവം നിന്നെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ വൃത്തികേട് കാണിക്കാനായിട്ട് പോകരുത്. ദൈവം നിന്നെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇനി ഞാൻ ചർച്ചിൽ പോകുന്നില്ല, വീട്ടിലിരുന്ന് ഓൺലൈനിലേ കാണത്തുള്ളൂ എന്ന് പറയരുത്. ഹല്ലേലൂയ. നിനക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. അപ്പച്ച, എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. അമ്മച്ചി, എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. മക്കൾക്ക് ഓരോരുത്തർക്കും എൻകൗണ്ടർ ഉണ്ടാക്കുവാൻ ശ്രമിക്കണം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിനകത്ത് ദൈവം മോശയോടൊരു സമാഗമന കൂടാരം പണിയുവാൻ പറഞ്ഞു, തിരുനിവാസം. അതിൻ്റെ വാതിലിൽ ഒരു തിരശ്ശീല ഇടണം, കർട്ടൻ ഇടണം, ജനലിലല്ല, വാതിലിൽ. എന്തിനാണ് ഈ വാതിലിൽ തിരശ്ശീല ഇടുന്നത്? അകത്ത് വരുന്ന ഓരോരുത്തരും അപ്പച്ചൻ, അമ്മച്ചി, മകൻ, മകൾ, ഓരോരുത്തരും, വേലക്കാരൻ, വേലക്കാരി, സകലരും ആ കർട്ടൻ പൊക്കിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. ആ കർട്ടനുമായിട്ടൊരു ബന്ധം. ആരാണ് വാതിൽ? നമ്മുടെ യേശു ക്രിസ്തുവാണ്. അവിടെ കയറുന്നവർക്ക് ഓരോരുത്തർക്കും യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം, യേശുവിനെ തൊട്ടിട്ട്. എന്നിട്ടാണ് അകത്ത് ചെന്നിട്ടുള്ള ആരാധന. നമ്മുടെ ജീവിതത്തിനകത്ത് എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ചില കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ നിന്നാണ് നമുക്കൊരു ദർശനം ഉണ്ടാകേണ്ടത്? ദർശനമില്ലാത്തൊരു സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു എൻകൗണ്ടറും അതോടൊപ്പം തന്നെ ഒരു ദർശനവും പ്രാപിക്കണം. എന്താണ് ദർശനം? നീ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യണം, നീ ഒരു ഡോക്ടറായി തീരണം, ഏതെങ്കിലും ഒരു ദർശനം നീ പ്രാപിക്കണം. നിനക്ക് വേണ്ടി, നിൻ്റെ സഭയ്ക്ക് വേണ്ടി, നിൻ്റെ വീടിന് വേണ്ടി ഒരു ദർശനം. എന്ത് ജോലിയാണ്? എവിടെയാണ് ജോലി ചെയ്യേണ്ടത്? സുവിശേഷ വേലയാണോ? എവിടെ സുവിശേഷ വേല? തിരുവല്ലായിൽ തന്നെ ആണോ? അല്ലേ? ഒരു സഭ ഒരിക്കൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുമ്പം പറഞ്ഞു, നമുക്ക് തിരുവല്ലായിൽ വേലയില്ല, അതുകൊണ്ട് നമുക്ക് തിരുവല്ലായിൽ. എൻ്റെ കർത്താവേ, എത്ര സഭയുണ്ട് തിരുവല്ലായിൽ? തിരുവല്ലായിൽ അടുത്ത പ്രദേശത്ത് കാലുകുത്താൻ സ്ഥലമില്ല. അതുപോലെ സഭകളും കുറഞ്ഞു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഇല്ല, കൂടുതലാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, ദൈവത്തോട് ചോദിച്ചിട്ട്, സഭക്കാരും ചോദിക്കണം, സഭ നേതാക്കന്മാരും ചോദിക്കണം, കർത്താവേ, എൻ്റെ വേലക്കാരെ വഹിക്കണം. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്,
ഓരോ സഭക്കാരും, യാക്കോബക്കാർ, ഓർത്തഡോക്സുകാർ, CSIക്കാർ, മർത്തോമക്കാർ, ഇവാഞ്ചലിക്കലുകാർ, സകലരും അവരുടെ ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുന്നതിനകത്തെ 10%, 10ൽ ഒരാളിനെ വെച്ച് വടക്കേന്ത്യക്ക് അയച്ചാൽ, പാലക്കാട്ടേക്ക് അയച്ചാൽ, കണ്ണൂരേക്ക് അയച്ചാൽ, അല്ല അപ്പുറത്തേക്ക് ഇടുക്കിയിലേക്ക് അയച്ചാൽ ഭാരതം 5 വർഷത്തിനകത്ത് ദേശം നിലനിൽക്കും. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ ദർശനം ഉണ്ടാകണം. എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം. അഥവാ ഞാൻ ഡോക്ടറാകണമെങ്കിൽ ഡോക്ടറായിട്ട് ഞാൻ എവിടെ പോകണം, ഗൾഫിൽ പോകണോ, അമേരിക്കയിൽ പോകണോ, അത് ആഗ്രഹം കൊണ്ട് പോകുന്നതല്ല, ദൈവം പറയുന്നതനുസരിച്ച്, അല്ലേ? അതോ ഞാനൊരു മിഷൻ വർക്കിനകത്ത് ഒരു മിഷൻ ആശുപത്രിയിൽ ജോലി ചെയ്യാനായിട്ട് പോകണോ, അതോ ഞാൻ പണം ഉണ്ടാക്കിയിട്ട് പണം കൊണ്ട് ദൈവവേല, അതും ദൈവവേലയാണ്. എൻ്റെ ഇളയ മകൻ നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണ്. ഞാൻ അവൻ വീട്ടിൽ വരുമ്പോഴൊക്കെ അവൻ കേൾക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. വീട്ടിലുള്ളപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ 5 പേരും ഫുൾ ടൈം പാർട്ട് ടൈം ദൈവവേലക്കാരായിരിക്കട്ടെ. ഒരിക്കലും അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതിനെപ്പറ്റി ചിന്തിക്കണം. എന്തുകൊണ്ട് നിൻ്റെ ജോലി രാജിവെച്ചും വെച്ച് നീ ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല? സുവിശേഷ വേലക്കാരനാകുന്നു. അവൻ പറഞ്ഞു, ഡാഡി ഞാൻ ഇന്നുവരെ സാക്ഷ്യം പോലും നല്ല വിശ്വാസിയാണ് കേട്ടോ, സാക്ഷ്യം പോലും പറഞ്ഞിട്ടില്ല. ചർച്ചിൽ പോകും, വേദോസ്തം കൊണ്ടുപോകും, വേദോസ്തം നോക്കും, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അതല്ല പറഞ്ഞു, നീ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ല, നീ ഒരു അക്കൗണ്ടൻ്റ് ആണല്ലോ, നല്ല ടോപ്പ് ലെവലിലെ അക്കൗണ്ടൻ്റാണ്. എന്തുകൊണ്ട് നീ ബൈബിൾ സൊസൈറ്റിയിലോ വേൾഡ് വിഷനകത്തോ അതുപോലുള്ള ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആവുന്നില്ല? അവൻ പറഞ്ഞു, ഡാഡി അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിൻ്റെ 4 പോലും ശമ്പളം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, ശമ്പളമല്ല പ്രശ്നം, അനുഗ്രഹമാണ്. അതുകൊണ്ട് ചിന്തിക്കുമോ? അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഡാഡി ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന പണം ഉണ്ടാക്കാനാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സുവിശേഷ വേലക്കാരുടെയും മക്കളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. കാരണം അവനും കേട്ടതാണ്. എൻ്റെ മൂത്ത മോക്ക് MBBS അഡ്മിഷൻ കിട്ടി മെഡിക്കൽ കോളേജിൽ. എൻ്റെ കയ്യിൽ ഫീസ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അവനെ അയച്ചില്ല. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജോലിയാണ് രൂപ ഉണ്ടാക്കുക, അതുകൊണ്ട് പാവപ്പെട്ട ഉപദേശിമാരുടെ മക്കളെ പഠിപ്പിക്കുക. എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അവനോടൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഒരു ദർശനം കാണണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെയായിരിക്കണം. ഇത് സദൃശ്യവാക്യം ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം ഉദ്ധരിക്കാൻ പോവുകയാണ്. 29-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഇംഗ്ലീഷിനകത്ത് where there is no vision the people perish എന്ന്. പെരിഷ് എന്നുള്ളതിന് വേറൊരു പരിഭാഷ, മെയ്ഡ് നേക്കഡ്, അവൻ നഗ്നനാക്കപ്പെട്ടു. ദർശനമില്ലാത്തിടത്ത് ഒന്നുമില്ല, ബ്ലാങ്കാണ്. ഇതാ വേറൊരു പരിഭാഷ പറയുകയാണ്, when people do not accept divine guidance they run wild. ദൈവത്തിന് കിട്ടുന്ന ദർശനം അവൻ പ്രാപിക്കുകയും ദൈവത്തിനുള്ള നടത്തിപ്പ് അവൻ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കുന്ന സമയത്ത് അവൻ കാട് കയറി നടക്കുകയാണ്. ഗൾഫിലായിരിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല നീ പോയിരിക്കുന്നെങ്കിൽ, ദൈവം പോകരുത്, അങ്ങനെ പറയട്ടെ, ദൈവം പോകരുതെന്ന് പറഞ്ഞിടത്തേക്കാണ് നീ പോയിരിക്കുന്നത്. നിന്നെ അയച്ചത് ചിലപ്പോൾ ബീഹാറിലേക്കായിരിക്കാം, പക്ഷേ ചെന്നെത്തിയത് സ്വീഡനിലായിരിക്കാം. ദൈവം നിന്നെ അയച്ചത് നാഗാലാൻഡിലേക്കായിരിക്കാം, പക്ഷെ നീ ചെന്ന് കയറിയിരിക്കുന്നത് കാനഡയിലേക്കായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാട് കയറി എന്നാണ് പറഞ്ഞത്. പിണങ്ങരുതെണ്ടുക്കൾ, സത്യം നിങ്ങളെ ഭ്രാന്തി പിടിപ്പിക്കുന്ന പ്ലേറ്റോ പറഞ്ഞു. സങ്കീർത്തനം 74-ാം അധ്യായം എടുക്കാം. 74-ാം സങ്കീർത്തനം അല്ലേ, അതിന് എടുക്കാമോ? അധ്യായം ഒന്നും പറയത്തില്ല കേട്ടോ, പറഞ്ഞു വെച്ച് വലിയ തെറ്റല്ല, പക്ഷേ 74-ാമത്തെ പാട്ടാണ് കേട്ടോ, സങ്കീർത്തനം 74. 1-ാമത്തെ വാക്യം, ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്താ? ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ. അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുന്നു. നമുക്കും എന്തെങ്കിലും അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ചോദിക്കുന്നു, ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇതാ ഒരേ കലാമിറ്റി, ഒരേ അപകടം, ഒരേ അനർത്ഥം കൂടെ സംഭവിക്കുന്നു. 2 ദിവസത്തിന് മുമ്പ്, 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ ഒരു സഹോദരി ഫോണിൽ വിളിച്ചു. എൻ്റെ മകൻ സൗത്ത് ആഫ്രിക്കയിലാണ്. ആ സ്ത്രീയുടെ കൊച്ചുനാളി മുതൽ ഞാനാണ് ആത്മീകമായിട്ട് വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ അവരെല്ലാവരും വിശ്വാസികളാണ്. പറഞ്ഞ് എൻ്റെ മോൻ സൗത്ത് ആഫ്രിക്കയിലാണ്. പക്ഷേ എന്ത് പറയാനാണ്, അവനിപ്പോൾ 2 പ്രാവശ്യം, ഒരു ദിവസം അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കള്ളന്മാർ, ആഫ്രിക്കയിൽ അങ്ങനെ കള്ളന്മാർ വന്നിട്ട് അവൻ്റെ ബാഗ് കൊണ്ടുപോയി, അവൻ്റെ സകല സാധനവും പോയി. അവൻ്റെ പാസ്പോർട്ട് പോയി, അവൻ്റെ ലാപ്ടോപ്പ് പോയി, അവൻ്റെ മൊബൈൽ ഫോൺ ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടുപോയി. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ കൊള്ളക്കാർ വന്നു കഴിയുമ്പോൾ അവൻ്റെ ക്രെഡിറ്റ് കാർഡും അടിച്ചുകൊണ്ട് പോയി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവൻ പെട്ടെന്ന് ഫോൺ ചെയ്തത് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് പണമൊന്നും പോയില്ല. പണമില്ലായിരുന്നു അതിനും അധികവും. എനിക്ക് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കലാമിറ്റി എല്ലാം വരുന്നത്? ആ സ്ത്രീ എന്നോട് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനി സംഭവിക്കാതെ ഇരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതാ അതിൻ്റെ 2 മുതൽ 8 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. അവരുടെ സ്ഥിതി പറയുകയാണ്. ശത്രു ഇതാ അട്ടഹസിക്കുകയാണ് അല്ലേ. ചിലപ്പോൾ നിനക്കും ഒരു കഷ്ടകാലം വരുമ്പോൾ വാക്കുകൾ കണ്ടില്ലയോ,
അവിടെ പോയിട്ട് ഇപ്പോൾ ഹല്ലേലൂയ പറഞ്ഞ് നടന്നിട്ട് എന്തോ ആയി. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്നുകൊണ്ടാണ് ഒരു കൺവെൻഷനകത്ത് നിന്നുകൊണ്ട് പറയുന്നു. അവൻ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഭാര്യയുടെ കൈ പൊക്കി പിടിച്ചു. മക്കൾ 3 പേരുണ്ട്. 3 പേരുടെയും കൈ പൊക്കി പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അടുത്ത ആഴ്ച ഭാര്യ ആത്മഹത്യ ചെയ്തു. അറിയാവുന്നവരാരെങ്കിലും കാണും, ഞാൻ പേര് പറയത്തില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഓടി വന്നു. ഞാനന്ന് എറണാകുളത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് ഒരാളിട്ടില്ല എഴുത്തെഴുതി കൊടുത്തു വെച്ച് വെച്ചപ്പോൾ ഞങ്ങളെ ഇതുപോലെ പൊട്ടെന്ന് ഫോൺ വന്നിരിക്കുന്നു, എന്തോ സംഭവിച്ചൊന്ന് പ്രാർത്ഥിച്ചോണേ. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ ചെന്നിട്ട് ഞാൻ വേറൊരാളിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ദൈവസാറിനോട് പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ വീട്ടിലോട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും അവിടെ നിൽക്കുക. വീടിൻ്റെ വാതിക്കൽ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബന്ധുക്കൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ആടെ ദൈവത്തിൻ്റെ സ്തോത്രം നാണ്ട തൂങ്ങിച്ചത്ത് കിടക്കുന്നു, ചെല്ലാട്ട് നിന്നെയും പരിഹസിച്ചെന്ന് വരാം, ശത്രു അട്ടഹസിച്ചെന്ന് വരാം. ആരാധനാലയം വെന്ത ചാമ്പലായിരിക്കുന്നു. ആരാധന പോയി. നാശം 4 വശത്തും അവനെ അശുദ്ധമാക്കി, ജനം കഷ്ടതയിലാക്കി. നിന്നെയും കളിയാക്കിയെന്ന് വരാം കേട്ടോ. നിൻ്റെ മോൾ പിഴയായി കഴിയുമ്പോൾ, നിനക്ക് രോഗമായി കഴിയുമ്പോൾ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ, ശത്രുക്കൾ, നിൻ്റെ വേണ്ടപ്പെട്ടവർ, നിൻ്റെ സഭയിലുള്ളവർ, നിൻ്റെ കൂടപ്പാർപ്പതിനെ ആശ്വസിപ്പിക്കേണ്ടവർ നിന്നെ പരിഹസിച്ചെന്ന് വരാം. 1-ാമത്തെ വാക്യത്തിനകത്ത് ചോദിക്കുകയാണ്. 1-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഞാൻ വായിച്ചില്ല. നിൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളുടെ നേരെ നിൻ്റെ കോപം പോകുന്നു എന്തുകൊണ്ടാണ്? കർത്താവ്, നീയാണ് ഇങ്ങനെ സംഭവിപ്പിച്ചത്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം 9-ാമത്തെ കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. 3, ഇത് എത്രത്തോളം എന്നറിയുവാൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. അടയാളങ്ങൾ ദൈവം തരും, അത് കാണണം. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. ദൈവം നമുക്ക് അടയാളം തരും. ഞാനീ പറയുന്നത് സഭക്കാർ കാര്യമായിട്ട് എടുക്കണം. യാക്കോബക്കാർ കാര്യമായിട്ട് എടുക്കണം, മർത്തോമക്കാർ കാര്യമായിട്ട് എടുക്കണം, ബ്രദറുകാർ കാര്യമായിട്ട് എടുക്കണം, ബന്ധുക്കൂസുകാർ കാര്യമായിട്ട് എടുക്കണം, CSIക്കാർ കാര്യമായിട്ട് എടുക്കണം. നമുക്ക് അടയാളം തരിക. ഇംഗ്ലണ്ടിലെ പള്ളി നിറച്ച ആളുകളായിരുന്നു. അവിടെ നിന്നായിരുന്നു ലോകം മുഴുവൻ, കേരളത്തിലും എല്ലായിടത്തും മിഷണറിമാർ വന്നത്. ഇന്ന് പള്ളിക്കകത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലേ, അവിടെ ആരാധിക്കാൻ 3 പേരില്ല. ഒരു പള്ളിക്കകത്ത് 3 പേരുള്ള കെട്ടിടമുണ്ട്. മുസ്ലിങ്ങൾ വാങ്ങിക്കുന്നു, ഹിന്ദുക്കൾ വാങ്ങിക്കുന്നു, ബുദ്ധമതക്കാർ വാങ്ങിക്കുന്നു. എന്തുകൊണ്ടാണ്? ഹോളണ്ടിൽ വലിയ ഉണർവ് സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ വലിയ പള്ളികൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ പോയി കണ്ടതാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ സഭയിൽ സംഭവിക്കരുതോ? മർത്തോമക്കാരൊക്കെ നിങ്ങൾ വിചാരിക്കും സംഭവിക്കത്തില്ലെന്ന്. ഇംഗ്ലണ്ടിൽ നടക്കാം, ഹോളണ്ടിൽ നടക്കാം, നമ്മുടെ നടക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, യാക്കോബക്കാരുടെ, ഓർത്തഡോക്സുകാരും, മർത്തോമക്കാരുടെ, CSIക്കാർ, ബ്രദർ, ബന്ധുക്കൂസുകാരുടെ, ഇത് നമ്മുടെ സഭയിൽ സംഭവിക്കുമോ? സംഭവിക്കാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആരെങ്കിലും പഠിക്കുമോ? ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ടോ? പഠിച്ചാട്ട് അവിടെ സംഭവിച്ചെങ്കിൽ ഇവിടെയും സംഭവിക്കാം. ഇത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടോ? പഠിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കാം. എനിക്ക് കേരളത്തിലുള്ള സഭകളോട് സ്നേഹമുണ്ട്. കാര്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഈ ഓരോ സഭകളും, ഞാൻ ഈ പേര് പറഞ്ഞു, ഓരോ സഭയ്ക്ക് വേണ്ടി മിക്കവാറും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നാം പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ. നാം പ്രാർത്ഥിക്കണം. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യാക്കോബ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മർത്തോമ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രവാചകന്മാരില്ലാതെയായിപ്പോയി. സഭാ നേതാക്കന്മാരോട്, ആർച്ച് ബിഷപ്പുമാരോട്, പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിനകത്ത് ഉയർന്നവരുടെയൊക്കെ സകലരോടും പറയുവാൻ ഇന്ന് പ്രവാചകന്മാരില്ല. Thus saith the Lord. യഹോവ ഇപ്രകാരം അരുളിച്ചെന്ന് പറയുവാൻ. ചിലർ പറയും, ഞങ്ങളുടെ വലിയ തിരുമേനിയോട് പറയാൻ താൻ ആരോടോ? പിന്നെ എവിടെ നിന്ന് വരണം? അന്ത്യോക്യയിൽ വരണോ? അതെന്നൊക്കെ പറയും. ഏതൊരു വാക്യം കാണിക്കാം. അതാത് സ്ഥലത്തുള്ള ആരെങ്കിലും പറയുന്നത്. ആർക്കും പറയാൻ അവകാശമുണ്ട്. ഒരു പാവപ്പെട്ട വിശ്വാസിക്കും പറയാൻ അവകാശമുണ്ട്. തിരുമേനി ദൈവത്തിൻ്റെ ആത്മാവിനോട് കാണിച്ചു തരും. അത് കേൾക്കാൻ മനസ്സുണ്ടായി കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് പ്രവാചകന്മാരില്ല. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം, ദീർഘദർശിമാരില്ല. 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ഭവനത്തിന് എന്ത് സംഭവിക്കണം? ദീർഘദർശനം ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ ദീർഘദർശനമുള്ളവരുണ്ടാകണം. നമ്മുടെ സ്ഥലം സഭയിൽ ഉണ്ടാകണം. നമ്മുടെ സംഘടനയിൽ ഉണ്ടാകണം. നമ്മുടെ ബിസിനസ്സിനകത്ത് ഉണ്ടാകണം. 1 രാജാക്കന്മാർ 11:28 പ്രകാരം പറയുകയാണ്, യൊരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ നിന്ന് കണ്ടിട്ട് ശലോമോൻ യോസഫ് ഗൃഹത്തിൻ്റെ കാര്യാദികളൊക്കെയും അവൻ്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. അവൻ ആദ്യം എതിര് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെയുള്ളവരെ നല്ല സ്ഥാനത്താക്കി. നമ്മളും ദീർഘദർശനമുള്ളവരെ. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ വേല കൊടുക്കും, ചില സ്റ്റേറ്റിൽ വേല കൊടുക്കും. പക്ഷേ നാളുകൾ കുറച്ച് കഴിഞ്ഞിട്ടും വേല വലുതാകുന്നത് അവർക്ക് ദീർഘദർശനമില്ല. അവർക്ക് സ്വന്തം സഭയെപ്പറ്റി ദർശനം കാണാം. എൻ്റെ സഭ വലുതാകണം, 200 പേരാണ്, 300 പേരാണ്. പക്ഷേ 10 ദിവസം അടുത്തുള്ള വേല തുറക്കണം. ആ ഒരു ദീർഘദർശനമില്ല. നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ, നമ്മുടെ ബിസിനസ്സിനകത്തുണ്ടാകട്ടെ. നിങ്ങളിങ്ങനെ ഒരു കഥ കേട്ട് കാണും അല്ലേ? ആഫ്രിക്കയിലേക്ക് ഷൂസ് കമ്പനിക്കാരെ അയച്ചു. പണ്ടാണ് കേട്ടോ.
അവിടെ ചെന്ന് വെച്ച് ഒരു ഷൂസ് കമ്പനി ഒരാളിനെ പറഞ്ഞു അവിടെ പോയിട്ട് നോക്കിയാട്ടെ, എന്നിട്ട് നീ പറഞ്ഞാൽ മതി എത്ര ഷൂസ് വേണം നിങ്ങൾ അയച്ചു തരാം. അയാൾ അവിടെ ചെന്ന് വെച്ച് പറഞ്ഞു, ഇവിടെ ആരും ഷൂസ് ഇടുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ ഷൂസ് ഒന്നും വിൽക്കാനൊക്കത്തില്ല. കമ്പനി അയാളെ തിരിച്ചു വിളിച്ചു വെച്ച് വേറൊരാളിനെ അയച്ചു. അദ്ദേഹം അവിടെ ചെന്ന് വെച്ച് ടെലഗ്രാം അയച്ചു, നല്ല ചാൻസാണ്, ഇവിടെയുള്ളവർക്ക് ആർക്കും ഷൂസ് ഇല്ല, അതുകൊണ്ട് ഇഷ്ടം പോലെ ഷൂസ് അയച്ചായിട്ട് നമുക്ക് വിൽക്കാം. ഒരേ സീനറി, പക്ഷെ 2 പേർക്ക് 2 വിശ്വാസം. ഹല്ലേലൂയ. നമുക്കൊരു ദീർഘദർശനം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഭ എങ്ങനെയായിത്തീരണം, എൻ്റെ വീട് എങ്ങനെയായിത്തീരണം, എൻ്റെ മക്കൾ എങ്ങനെയായിത്തീരണം, ഹല്ലേലൂയ, എൻ്റെ സംഘടന എങ്ങനെയായിത്തീരണം, എൻ്റെ ബിസിനസ് എങ്ങനെയായിത്തീരണം, ഒരു ദീർഘദർശനം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, എഴുതുക. ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചിട്ടുണ്ട്, വായിക്കാം. ദൈവം എന്നോട് അരുളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടി എന്നും ഞാൻ ദൃഷ്ടി വയ്ക്കും. ഞാൻ ദൈവത്തോട് ചോദിക്കും, എന്തു ചെയ്യും, നീ എന്തത് എന്നോട് പറയും. അപ്പോൾ 2-ാമത്തെ വാക്യം, യഹോവ എന്നോട് ഉത്തരം അരുളി ചെയ്ത, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായിട്ട് എഴുതുക. ഇംഗ്ലീഷിൽ വായിക്കട്ടെ. റൈറ്റ് ദ വിഷൻ, എഴുതിയെടുക്കാം. റൈറ്റ് ദ വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ അപ്പോൺ ടേബിൾസ്, വലിയ ബോർഡിനകത്ത് വലിയ അക്ഷരത്തിൽ എഴുതുക. ദാറ്റ് ഹി മേ റൺ ദാറ്റ് റീഡത്ത് ഇറ്റ്, അത് വായിക്കുന്നവന് ഓടുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ KC ജോൺ നീരേറ്റൂറാം അദ്ദേഹത്തിൻ്റെ സഭയിലെ ഭിത്തിയിൽ എഴുതി വെച്ചു, ഞാൻ കണ്ടതാണ്. ഈ സഭയിൽ നിന്നും 1000 സുവിശേഷ വേലക്കാർ പോകും. എല്ലാവരും വിചാരിച്ച് കീറുക്കാം, അല്ല, ഈ സഭയിൽ 1000 പേർ, ഇവിടെ ഒന്നും 100 സുവിശേഷ വേലക്കാർ പോകും. അവിടെ നിന്ന് 1000 പേരുണ്ടാകത്തില്ല, കാരണം അയാൾ ആ നാട്ടുകാരനാണ്. ആ നാട്ടുകാരൻ വേദപുസ്തകത്തിലും പറയുന്നുണ്ടോ, സ്വന്തം നാട്ടിലൊരാൾ മാനിക്കപ്പെടുന്നില്ല, നടക്കുന്നത് പ്രയാസം. അതുകൂടെ നീരേറ്റുപുറം എവിടെയാണ്, കുട്ടനാടിനകത്ത് വെള്ളം കയറുന്നിടത്ത്, ഇപ്പോഴും മഴ പെയ്യും വെള്ളം കയറുന്ന സ്ഥലം. പക്ഷേ അദ്ദേഹം എഴുതി വെച്ചു, ഈ സഭയിൽ 1000 പേർ. കേരളത്തിൽ ഒരു ദിവസം 2 ആരാധന തുടങ്ങിയ സഭ അതായിരുന്നു. നിനക്ക് ഒരു ദീർഘദർശനം കാട്ടി, അത് എഴുതി വെക്കണം. ഭിത്തിയിൽ അദ്ദേഹം എഴുതി വെച്ചു. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയാണ്, ഓരോ സഭയും ഒരു ലക്ഷ്യം ഉണ്ടാക്കട്ടെ. 5 വർഷത്തിനകത്ത് ഞാൻ ഈ സഭയ്ക്ക് എന്ത് സംഭവിക്കാം, 10 വർഷം കഴിയുമ്പോൾ ഇന്ന് സംഭവിക്കാം, എഴുതി വെക്കട്ടെ. കാരണം എന്താ കാര്യം, 3-ാമത്തെ വാക്യം, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു കേട്ടോ. നീ കാണുന്ന ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിരിക്കുകയാണ്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദർശനമായിരിക്കണം. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കത്തുമില്ല കേട്ടോ. അത് വരും, നിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നീ അത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. അത് വരും, താമസിക്കത്തില്ല കേട്ടോ. അത് വരും, നിശ്ചയമാണ്. ഹല്ലേലൂയ. 14 മുതൽ 20 വരെ നിങ്ങൾ സാവധാനത്തിൽ വായിക്കണം. പക്ഷേ അതിനൊരു വിശുദ്ധി ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ട്, കള്ളക്കണക്ക് എഴുതി വെച്ചും വെച്ച്, ഭാര്യയെ അടിച്ചും വെച്ച്, ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചും വെച്ച്, അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാതെ ഇരുന്ന് കഴിഞ്ഞും വെച്ച്, അപ്പനെ നോക്കാതെ ഇരുന്നും വെച്ച്, ഹല്ലേലൂയ, പ്രായമായിരിക്കുന്ന അമ്മയ്ക്ക് വെളിച്ചെണ്ണ തലയിൽ പുരട്ടാൻ എണ്ണ വാങ്ങിച്ചു കൊടുക്കാതിരിക്കരുത്. സംഭവിക്കരുത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ അനുഗ്രഹത്തെ തടയുവാൻ കാരണമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയാം. 4-ാമത്തെ വാക്യം, അഹങ്കരിക്കരുത്. ഞാനും അഹങ്കരിച്ചു പോയിട്ടുണ്ട്. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, ഒരിക്കൽ തിരുവനന്തപുരത്ത് പോളിയോ ഹോമിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണട എടുത്ത് മാറ്റിയവർ എത്ര? 10 പേരുണ്ടായിരുന്നു. എനിക്ക് അഹങ്കാരം തോന്നുന്നില്ലയോ? 10 പേര് അവരെഴുന്നേറ്റ് വന്നു. ഒരു CSIയിലെ അച്ഛൻ്റെ മോൻ ഉൾപ്പെടെ, അദ്ദേഹം ഇപ്പോൾ അച്ഛനാണ്. അവരോട് 10 പേര് എഴുന്നേറ്റ്. എനിക്ക് അഹങ്കാരം തോന്നിയില്ലയോ? പക്ഷേ അടുത്ത ആഴ്ച എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം എന്നെ നിലത്ത് നിർത്താൻ ഇടയായിരുന്നു. ഒന്ന്, അഹങ്കരിക്കരുത്. 2, അതിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസത്തിന് അളവുണ്ട് കേട്ടോ, അതിന് വർദ്ധിപ്പിച്ചെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം, വീഞ്ഞ് വിശ്വാസബാധകനാകുന്നു. നിങ്ങൾ ആരെങ്കിലും വീഞ്ഞ് കുടിക്കുന്നവരുണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ വീഞ്ഞ് കുടിക്കാമെന്നുള്ള വാക്യം എന്നെ കാണിച്ചെന്ന് വന്നേക്കാം. ഹൈദരാബാദിൽ രാജമുന്ദ്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു വലിയ കമ്പനി ഉടമസ്ഥനുണ്ടായിരുന്നു, സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാൾ, പ്രവീൺ പഗഡാലെ. അദ്ദേഹം 11 മണിക്കൂർ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോയി, വീണു, മരിച്ചു. IT കമ്പനിയുടെ ഉടമസ്ഥനാണ് കേട്ടോ, വളരെ ഫേമസ് ആണ്, സുവിശേഷം പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചു. ആളുകളെല്ലാവരും പറഞ്ഞു, ഞാനും വിചാരിച്ചു അദ്ദേഹത്തെ ആരാണ്ട് കൊന്നത് അസൂയുള്ളവർ. കാരണം അദ്ദേഹം ഹിന്ദുക്കളുടെ അടുക്കൽ വാദിക്കും, മുസ്ലിങ്ങളുടെ അടുക്കൽ വാദിക്കും, നിരീശ്വരവാദികളുടെ അടുക്കൽ വാദിക്കും. അപ്പോൾ വിചാരിച്ചു ഈ പഠിത്തമുള്ള കഴിവുള്ള മനുഷ്യൻ അദ്ദേഹത്തെ ആരാണ്ട് കൊന്നതാണ്. പക്ഷെ പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം വീണ് മരിച്ചതിൻ്റെ അന്ന് തന്നെ 3 നേരത്തെ വീണായിരുന്നു. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ ദിവസം അദ്ദേഹം ഒരു കുപ്പി വിസ്കി വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ പിന്നെ അത് ക്രെഡിറ്റ് കാർഡിനകത്തൂടെ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അറിയത്തില്ല.
അപ്പോൾ ചിലർ പറയും, ഓക്കെ ഇപ്പോൾ എന്നെ മനസ്സിലായി, ഞാൻ ഇനിയും കള്ളു വാങ്ങിക്കാൻ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കത്തില്ല. കൂടപ്പറപ്പെ അബദ്ധം കാണിക്കരുത്. ഹല്ലേലൂയ. അദ്ദേഹം കണ്ടു, അദ്ദേഹം നേരത്തെ ഈ 2-3 സ്ഥലത്തു നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് മദ്യപിച്ചുണ്ടെന്ന് ക്രോധിയോടെ വീഞ്ഞ് വിശ്വാസബാധകനാകുന്നു. വേദപുസ്തകമാണ് 5-ാമത്തെ വാക്യം. അഹങ്കാരം പാടില്ല. തൃപ്തിയില്ലാത്ത അത്യാഗ്രഹം. കൈക്കൂലി ആണേലും ശരി, അവിടുത്തെ വാങ്ങിക്കണം, ഇവിടുന്ന് വാങ്ങിക്കണം, വാങ്ങിക്കണം. ഒരിക്കൽ ഒരു സ്ഥലത്ത്, എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് മീറ്റിംഗ് നടക്കുകയാണ്. ഒരു ദൈവദാസൻ 100 രൂപ ഓഫറിങ് ഇട്ട്. ഏതാ പഴയ കാലത്ത് 1973 74 100 രൂപ ഓഫറിങ് ഇട്ട്, ഒരു മിലിറ്ററി ഓഫീസർ. പക്ഷേ അവസാനം പണം എണ്ണി വന്നപ്പോൾ 74 രൂപ എങ്ങാണ്ടുള്ളൂ ബാഗിനകത്ത്. ആ 100 രൂപ ആ സ്തോത്ര കാഴ്ച എടുത്ത ആളെടുത്തു. എനിക്കിനിയും വേറെ കണക്കുകൾ പറയാറുണ്ട്. നിൻ്റെ കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കട്ടെ. ഒരു ദേവദാസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സുവിശേഷൻ മാസികയ്ക്കകത്ത് അദ്ദേഹത്തിന് ഒരു ആർട്ടിക്കിൾ എഴുതി. പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ കോടിക്കണക്കിന് രൂപ കടന്നുപോയി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണത്തിൻ്റെ കറ പറ്റിയില്ല. 1972 73. ഞാനന്ന് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ കയ്യിലൂടെ കോടിക്കണക്കിനൊന്നും വരത്തില്ല, പക്ഷേ 100 രൂപയ്ക്ക് ഒക്കെ വരും. അന്നത്രേ ഉള്ളായിരുന്നു എൻ്റെ വിചാരം. 100 കണക്കിന് രൂപ വരും, പക്ഷേ ഇതിൻ്റെ ഒന്നും കറ എൻ്റെ കയ്യിലും പറ്റരുത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഞാൻ നിങ്ങളുടെ ഒരിക്കൽ പറഞ്ഞല്ലോ, ജോൺ ഓസ്റ്റിൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്തോത്ര കാഴ്ച തന്നു. എത്ര രൂപ ഉണ്ടായിരുന്നറിയോ? 3 കോടി രൂപ. ഒരൊറ്റ സെൻറ്റ്, ഒരൊറ്റ പൈസ പോലും എൻ്റെ മക്കളുടെ രക്തത്തിനകത്ത് വന്നില്ല, എടുത്തില്ല, ഞാൻ എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് തൻ്റേതല്ലാത്ത പണം വർദ്ധിപ്പിക്കുന്ന 6-ാമത്തെ വാക്യം. പണയം പണ്ടം കൂട്ടുന്നു, പണയം പണ്ടം കൂട്ടുന്നു, അവന് അയ്യോ കഷ്ടം. പണയം വാങ്ങിച്ചിട്ട് തിരികെ കൊടുക്കുന്നില്ല. ബ്ലേഡ് കമ്പനിയാ. നിങ്ങൾ പണങ്ങരുത്. ഒരു വിശ്വാസിക്ക് പറ്റിയതല്ല ബ്ലേഡ് കമ്പനി കേട്ടോ. ആളുകൾ ശപിക്കും, ആളുകൾ കരയും, വേറെ എന്തെങ്കിലും പണി നോക്കിയാട്ട്. 7-8 നീ കൊള്ളയടിക്കപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കൊള്ളയടിക്കപ്പെടും. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം. ദുരാദായം ആഗ്രഹിക്കുന്നവൻ അയ്യോ കഷ്ടം. കൈക്കൂലി കൊണ്ട്, മോഷണം കൊണ്ട്, അതിരുമോഷണം കൊണ്ട്, അല്ലേ? ദുരാദായം ആഗ്രഹിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. 12-ാമത്തെ വാക്യം. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുന്നു. ഹല്ലേലൂയ. നീതി കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. ഇലക്ഷന് ജയിച്ചു, എങ്ങനെ? കള്ളക്കണക്ക് കാണിച്ച്, ആളുകൾക്ക് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞ് വെച്ച്, ആളുകൾക്ക് സംഭാവന കൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? വോട്ട് ചെയ്യാനൊന്നുമല്ല, എങ്കിൽ ഇരിക്കട്ടെ കൈ മുടക്ക്. അവർക്കും കൊടുത്തു, നീ ജയിച്ചു. ഹല്ലേലൂയ. വേറൊരാളുടെ സഭ തകർത്തിട്ട് നീ ഒരു സഭ കെട്ടിപ്പടുത്തു. വേറൊരാളുടെ കല്യാണം തട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ ആ ചെറുക്കനെ കൊണ്ട് നിൻ്റെ മോളെ കെട്ടിച്ചു. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുന്നു. 15 കൂട്ടുകാരൻ്റെ നഗ്നത കാണേണ്ടതിന് ലഹരി പിടിപ്പിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഞാനിതാരെങ്കിലും കുത്തി പറയാനായിട്ട് ഉണ്ടാക്കിയതാണ്. അല്ല, പ്രാർത്ഥിച്ചു വന്നപ്പം വന്നതാണ് കേട്ടോ. അവിചാരിതമായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയല്ല, ദൈവം എൻ്റെ സാക്ഷിയാണ്. കൂട്ടുകാരൻ്റെ നഗ്നത കാണേണ്ട ലഹരി പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നഗ്നത കാണുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയ്ക്കകത്തിടുന്നു, ട്രാക്റ്റ് അടിച്ച് വിതരണം ചെയ്യുന്നു. അവൻ അയ്യോ കഷ്ടം. കൂട്ടുകാരൻ്റെ നഗ്നത കാണി ലഹരി പിടിപ്പിക്കുന്നവന് സോഷ്യൽ മീഡിയയ്ക്കകത്തിടുന്നു. ഹല്ലേലൂയ. ട്രാക്റ്റ് അടിച്ച് വിതരണം ചെയ്യുന്നു. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം. മഹത്വത്തിന് പകരം നിനക്ക് അപമാനം വരും കേട്ടോ. എന്നെങ്കിലും വരും. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം. നിനക്ക് സംഭവിക്കാം, നിൻ്റെ മക്കൾക്ക് സംഭവിക്കാം. അയ്യോ, ഞാൻ ശപിക്കുകയല്ല, മുന്നറിയിപ്പ് തരികയാണ്. ഞാൻ ശപിക്കത്തില്ല. ദൈവം എന്നെ വിളിച്ചത് അനുഗ്രഹിക്കാനാണ്. പക്ഷേ ഞാൻ മുന്നറിയിപ്പ് തന്നില്ല എങ്കിൽ ഞാൻ ദൈവത്തോട് വിശ്വസ്തനല്ല. ഞാൻ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. 18-19 ബിംബാരാധനയിലേക്കും മന്ത്രവാദത്തിലേക്കും തിരിയും. അയ്യോ കഷ്ടം. അതുകൊണ്ട് ഞാനും നീയും നമ്മുടെ ജീവിതം പരിശോധിക്കണം, നമ്മുടെ പ്രവൃത്തി പരിശോധിക്കണം. ദൈവത്തിൻ്റെ കോപകാരണം കണ്ടാൽ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ 3-ാമത്തെ വാക്യം സംഭവിക്കും. എന്താണ്? നിത്യശൂന്യതയിലേക്ക് നിൻ്റെ കാലിൽ വെക്കണമേ, ശത്രു വിശുദ്ധമെന്ന് സകലം നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം 3-ാമത്തെ വാക്യം സംഭവിക്കാം. താമസിച്ചാലും വരും. അനുഗ്രഹം വരും കേട്ടോ. ദൈവത്തിൻ്റെ കൃപ വരും കേട്ടോ. ദൈവത്തിൻ്റെ സാന്നിധ്യം വരും. നാം ദൈവത്തിലേക്ക് തിരിയാമെങ്കിൽ നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് അയ്യോ ഞാൻ തന്നെ പാപം ചെയ്തു, ദാവീദ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കും. ജോൺ എഫ് കെന്നഡി അമേരിക്കയിലെ പണ്ട് പ്രസിഡൻ്റായിരുന്നു. ഏത് സഭക്കാരനായിരുന്നറിയാം? കത്തോലിക്കൻ. രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കത്തോലിക്കനായിരിക്കണം. ഹല്ലേലൂയ. ഭക്തനായ ഒരു കത്തോലിക്കൻ. ഹല്ലേലൂയ. 1961 മെയ് മാസം 25-ാം തീയതി അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ അടുത്ത 10 വർഷത്തിൽ ഒരു മനുഷ്യനെ നാം ചന്ദ്രനിലെത്തിക്കും, സുഖമായി ഭൂമിയിൽ തിരിച്ചു കൊണ്ടുവരും. 1969 അപ്പോളോ 11
എന്ന് പറയുന്ന റോക്കറ്റിനകത്ത് ഒരു മനുഷ്യനെ അയച്ചു തിരിച്ചു കൊണ്ടുവന്നു. എത്ര വർഷത്തിനകത്ത്? 8 വർഷത്തിനകത്ത്. നിനക്കൊരു ദർശനം ഉണ്ടായിരിക്കട്ടെ. ജീവിതം പരിശോധിച്ചിട്ട് ആ ദർശനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം സാധിക്കും. എൻ്റെ മോൾ എഴുതി വെച്ചു. ഞാനൊരു ദിവസം പ്രസംഗിക്കുകയായിരുന്നു. വിശദീകരിക്കുന്നു. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തലീത്ത കുമി. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം നിരാശപ്പെട്ട് തലമുടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന പെങ്കൊച്ച തലമുടി കാലം ഇങ്ങനെ പോകുന്നു. എനിക്ക് മനസ്സിലായി. വെടി കൊള്ളുന്നത് പോലെ ഞാൻ പറഞ്ഞ തലീത്ത കുമി. പെങ്കൊച്ചെ, നീ തല കുനിച്ചിരിക്കേണ്ടവളല്ല, നീ നിരാശപ്പെട്ടിരിക്കേണ്ടവളല്ല. യഹോവ നിൻ്റെ ദൈവമാണെങ്കിൽ, കർത്താവ് നിൻ്റെ സഹായകനാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ നീ തല ഉയർത്തി നടക്കേണ്ടിവളാണ്. തലീത്ത കുമി. അവൾ പോയിട്ട് അവൾ ഡയറിക്കകത്ത് എഴുതി വെച്ചു. 4-5 ദിവസം കഴിഞ്ഞ് ലില്ലി എന്നെ കൊണ്ട് കാണിച്ചു. അവൾ ഡയറിക്കകത്ത് എഴുതി വെച്ചു, ഡോക്ടർ ആനി വർഗീസ് MBBS. അവൾ MBBS പാസ്സായില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു. അഡ്മിഷൻ കിട്ടിയിട്ടും എവിടെ? അമ്പജോഗായി ഗവൺമെൻറ് കോളേജിൽ. പ്രൈവല്ല, കൊടുക്കാനുള്ള ഫീസ് കൊടുക്കാനില്ല, അതുകൊണ്ട് അവളെ അയക്കാനൊത്തില്ല. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം, ആർക്കും കണക്കാരനല്ലാത്ത ദൈവം, ഹല്ലേലൂയ, അവളെ ഡോക്ടർ ആനി വർഗീസ് എന്നാക്കി. ഇന്ന് അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ് PhD, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്. അവിടെ കീഴിൽ ഏകദേശം 35 പേര് ജോലി ചെയ്യുന്നുണ്ട്, സാത്മാർ, മദാമ്മമാർ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം നിനക്കൊരു ദർശനം തന്നാൽ അത് നീ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുക. എൻ്റെ മോൾ കഷ്ടപ്പെട്ടിട്ടുള്ള പോലെ അമേരിക്കയിൽ പോയിട്ടുള്ള അധികം പേരും കഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതി, ഡാഡി, ഈ കഴിഞ്ഞ 3 വർഷം ഞാനിവിടെ പഠിച്ചു, ഒരിക്കൽ പോലും ഞാൻ ചിക്കൻ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ല ഡാഡി. ഞാൻ ഒരിക്കൽ പോലും ഒരു തുണി വാങ്ങിച്ചില്ല ഡാഡി. സെക്കൻഡ് ഹാൻഡ് തുണി കിട്ടുന്ന സാൽവേഷൻ ആർമിക്കാരുടെ കടയുണ്ട്, ഞാൻ അവിടെ പോയിട്ടാണ് വാങ്ങിച്ചത്. അവൾ ഗ്രാജുവേഷൻ നടന്നു വന്നത് കയറി ഇതൊരു ഷൂസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ, ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, ആർക്കും കടക്കാരനല്ലാത്ത ദൈവം, ഇന്ന് അവളെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഏറ്റവും നല്ല കോളേജിനകത്ത്, ഹല്ലേലൂയ, അവളെ ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാക്കി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ദൈവം, അതുകൊണ്ട് നിനക്കൊരു ദർശനം ഉണ്ടായിരിക്കട്ടെ. 3, പരീക്ഷണങ്ങൾ നടത്തണം. മോശ പരീക്ഷണം നടത്തി. എന്ത് ചെയ്തു? പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിനകത്ത് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. അവൻ്റെ പരീക്ഷണം ദൈവം പറഞ്ഞതുപോലെയായിരുന്നു കേട്ടോ. നമ്മളും ദൈവം പറഞ്ഞതുപോലെ ചെയ്യണം. ജോഷുവ അവനൊരു പരീക്ഷണം നടത്തി. മോശ അങ്ങനെ അവിടെ പരീക്ഷണം നടത്തിയില്ല എങ്കിലും പറയാണ്, ജോഷുവ അവൻ സൂര്യനോട് നോക്കി പറഞ്ഞു, ചന്ദ്രനോട് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യോലോൻ താഴ്വരയിൽ നിൽക്കുക. സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ഒരു മനുഷ്യൻ്റെ ശബ്ദത്തിനകത്ത്, ഒരു മനുഷ്യൻ്റെ വാക്കിനകത്ത് അവനൊരു പരീക്ഷണം നടത്തിയാണ്. ജോഷുവ 10:12-13. ഏലിയാവ് യോർദാനിൽ പുതപ്പെടുത്ത് നദിയിലടിച്ചു. വെള്ളത്തിലടിച്ചു കഴിഞ്ഞാൽ പുതപ്പ് നനയത്തേ ഉള്ളൂ. പക്ഷേ അവൻ അടിച്ചപ്പോൾ, അഭിഷക്തൻ ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നവൻ ചെയ്തപ്പോൾ, ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച് നടക്കുന്നവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വെള്ളം പുറകോട്ട് പോയി. മുമ്പോട്ട് പോകും, അതെനിക്ക് മനസ്സിലാവും. ഇത് പുറകോട്ട് പോയി, അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പുറകോട്ട് പോയി. ഏലീശായും അത് തന്നെ ചെയ്തു. ഹല്ലേലൂയ. 2009 എനിക്കൊരു ദർശനം കിട്ടി. K2K, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. നടന്നില്ല. ലില്ലി പ്ലാനും ഒക്കെ ഇട്ടു. ലില്ലി ആരെയൊക്കെ ആ കൂടെ കൊണ്ടുപോകുന്നൊക്കെ പ്ലാൻ ചെയ്തു. ലില്ലിക്ക് വാസ്തവത്തിൽ നിരാശയായി. പക്ഷേ 2025 സാധ്യമായി. 15 വർഷം കഴിഞ്ഞപ്പോൾ അത് സാധ്യമായി. നിനക്കൊരു ദർശനമുണ്ടെങ്കിൽ അത് താമസിച്ചാലും വരും, നിത്യം വരും കേട്ടോ. അത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്യണം. ആളുകൾ എന്തൊക്കെ ചോദിക്കും. ഇന്ന് ഞാൻ പറഞ്ഞു, എന്തുവാ എൻ്റെ ലക്ഷ്യം? ഞാൻ വരികയാണ് കേട്ടോ. T2T, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഞാൻ യാത്ര ചെയ്ത് വെച്ച കത്തോലിക്കിലെ, യാക്കോബയിലെ, മർത്തോമായിലെ, TPMലെ, IPCയിലെ, അസംബ്ലീസ് കോറിലെ ഓരോന്നിനകത്തെ ബിഷപ്പുമാരെ കണ്ടു കഴിയുമ്പോൾ ഞാൻ വടക്കേ ഇന്ത്യയെ പറ്റി സംസാരിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്ലാൻ 2026 അടുത്ത വർഷത്തിൽ ഇന്ത്യയിൽ 28 സ്റ്റേറ്റാണ്. 28 സ്റ്റേറ്റിലും പോയിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും. ആളുകൾ ചോദിക്കും, ആരും വിളിച്ചില്ല, റോഡിൽ നിന്ന് പ്രസംഗിക്കും. അങ്ങനെയാണല്ലോ ഞാൻ കേട്ടിട്ട് പോയത്. അങ്ങനെയാണല്ലോ ഞാൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്തത്. എനിക്കറിയാം റോഡിൽ നിന്ന് പ്രസംഗിക്കാം. ഞാൻ പോകും 28 സ്റ്റേറ്റിലും പറയും. എന്നിട്ട് 2027 ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പട്ടണമാണ് ലേ ലഡാക്ക്. ഞാൻ അവിടെ പോയിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, റവറൻഡ് എലൈജ ഗർഗൻ, അവിടുത്തെ ചർച്ചിലെ ഒരു പാസ്റ്ററാണ്. പെന്തക്കോസ്ത് സഭയല്ല കേട്ടോ, മൊറേവിയൻ സഭ. ഞാൻ അവിടെ ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ കർത്തൃമേശ വാങ്ങിക്കും. എൻ്റെ പ്ലാനാണ്. നിനക്കും ഒരു പ്ലാൻ ഉണ്ടായിരിക്കട്ടെ. ദീർഘദർശനത്തോടു കൂടെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടെ. അതിനുവേണ്ടി ഒരു പരീക്ഷണം നടത്തണം. ദൈവം നിന്നെ സഹായിക്കും. അറിയില്ലേ, ചെടിയൊക്കെ സഹായിച്ചില്ലെങ്കിലോ, പോയാലോ, നടന്നില്ലെങ്കിലോ, നടന്നാലോ, പോയില്ലെങ്കിൽ കമ്പനിക്ക് പോയി. എൻ്റെ ജോലിയാണ് പരീക്ഷണം നടത്തുക എന്നുള്ളത്. 4-ാമത്തെ കാര്യം, നാം ഒരു വില കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. വി മസ്റ്റ് ബി വില്ലിങ് ടു ടേക്ക് ദ റിസ്ക്. ഹല്ലേലൂയ. നാം കണ്ടു യോശുവ 10:12 സൂര്യ അവിടെ നിന്നാട്ട്, ചന്ദ്രൻ അവിടെ നിന്നു.
ശിംഷോൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 16:26. ശിംഷോൻ തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന ചാരി ഇരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യം. ശംഷോൻ പ്രാർത്ഥിച്ചു. 29-ാമത്തെ വാക്യം. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണുകളും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംഷോൻ പിടിച്ച് അവയോട് ചാരി. ഉടനെ ക്ഷേത്രം വേണോ? ഒരു പരീക്ഷണം നടക്കുക, അതിനുള്ള ഒരു വില കൊടുക്കുക. ഹല്ലേലൂയ. ഏലിയാവ് ഏകനാണ്. മറുവശത്ത് രാജാവ് നിൽക്കുകയാണ്, അവൻ്റെ സൈന്യം നിൽക്കുകയാണ്, 450 ബാൽ പ്രവാചകന്മാരുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 1983 ഞാൻ കുവൈറ്റിൽ ഇത് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ഏത് ഈ പറയുന്ന അടുത്ത പോയിന്റ്, മൈനോറിറ്റി പ്ലസ് ഗാഡ് ഈസ് മെജോറിറ്റി, മെജോറിറ്റി മൈനസ് ഗാഡ് ഈസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ 1 man പ്ലസ് ഗാഡ് ദാറ്റ് ഇസ് ഇനഫ്. ഭൂരിപക്ഷം, ദൈവമില്ലാത്ത ഭൂരിപക്ഷം മൈനോറിറ്റിയാണ്. എന്നാൽ ദൈവമുള്ള മൈനോറിറ്റി മെജോറിറ്റിയാണ്. ദൈവത്തിനൊരു മനുഷ്യൻ കൂടെ ഉണ്ടെങ്കിൽ അത് മതി, ദൈവം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മതി. ഹല്ലേലൂയ. വിജയം നിനക്കാണ്. ഹല്ലേലൂയ. ഏലിയാവും ഏലിശായും കൂടെ നടക്കുകയാണ്. ജോർദാൻ കണ്ടു, ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. അങ്ങ് നമുക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞില്ല. വിശ്വാസം തിരികെ നടക്കുന്നില്ല. എഴുതിയെടുക്കാം. വിശ്വാസം തിരികെ നടക്കുന്നില്ല. വിശ്വാസം കുടയെടുക്കുന്നില്ല. വിശ്വാസം തിരികെ നടക്കുന്നില്ല. നീയും തിരികെ നടക്കരുത്, മുന്നോട്ട് മാത്രം നടക്കുക. ജോർദാൻ നിനക്ക് മുമ്പാകെ വഴിമാറും. ദൈവമാണ് നിന്നെ അയച്ചെങ്കിൽ നീ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവനായിരിക്കണം. 1 രാജാക്കന്മാർ 19:1. ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് അടിച്ചു. ഏത് പുതപ്പ്? ദൈവത്തിൻ്റെ മണമുള്ള, ദൈവത്തിൻ്റെ ഗന്ധമുള്ള, ദൈവത്തിൻ്റെ ശ്വാസം വീണ പുതപ്പാണ്. തെളിയിക്കാൻ ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ദൈവം പറയുകയാണ്, നീ ഗുഹയുടെ പുറത്തു വന്ന് പർവ്വതത്തിൻ്റെ യഹോവയുടെ മുമ്പാകെ നിൽക്കുക. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. 15-ാമത്തെ വാക്യം. യഹോവ അവനോട് അരുളി ചെയ്തു. അവൻ അരുളി ചെയ്യുന്ന സമയത്ത്, ദൈവത്തിൻ്റെ ശബ്ദം വന്നു കഴിഞ്ഞ സമയത്ത് അവൻ്റെ പുതപ്പിനകത്ത് ദൈവത്തിൻ്റെ ഗന്ധം വന്നു വീണു, അവൻ്റെ ശ്വാസം വന്നു വീണു. ആ പുതപ്പെടുത്തടിച്ചപ്പോൾ എൻ്റെയും നിൻ്റെയും കിടക്കയിൽ, എൻ്റെയും നിൻ്റെയും സിറ്റിംഗ് റൂമിൽ, എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനാ മുറിയിൽ, എൻ്റെയും നിൻ്റെയും നീ പ്രാർത്ഥിക്കുന്ന പായൽ ദൈവത്തിൻ്റെ ഗന്ധം വീഴട്ടെ, ദൈവത്തിൻ്റെ ശ്വാസം വീഴട്ടെ. അവിടെ സീനിയറും ജൂനിയറും കൂടെ ഒന്നിച്ച് നടന്നു. ഹല്ലേലൂയ. ഒന്നിച്ച് നടന്നവൻ അനുഗ്രഹം കിട്ടി. ഞാൻ നീ പറയുന്ന ഉപദേശം കേട്ടാട്ടെ. വലിയ ദൈവദാസന്മാരെ കാണുന്ന സമയത്ത്, അഭിഷക്തനായിട്ടുള്ള ദൈവദാസന്മാരെ കാണുന്ന സമയത്ത്, ദൈവത്തിന് കൃപ പ്രാപിച്ചുള്ള അവരുടെ കൂടെ നടക്കണം കേട്ടോ, അവരുടെ ബാഗ് എടുത്ത് നടക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് അവർ ചോദിക്കണം. ചോദിച്ച് ഇംഗ്ലീഷ് പറയും പിക്ക് ദ ബ്രെയിൻ. അവരുടെ തലച്ചോറിനകത്തിരിക്കുന്ന കാര്യം, എങ്ങനെ ഈ നിലയിൽ എത്തിയത്, ഏറ്റവും വലിയ പരീക്ഷണം എന്താണ് ഉണ്ടായത്, ഏറ്റവും പ്രയാസമുള്ളത് എന്താണ്, ഏറ്റവും ജീവിതത്തിനകത്ത് വലിയ പാപം ചെയ്യാൻ ആഗ്രഹം തോന്നിയത് പറയാമെങ്കിൽ എന്തൊക്കെ പറയാമോ? എല്ലാം പറഞ്ഞില്ലേ, ചില കാര്യങ്ങളെങ്കിലും ഒക്കെ അദ്ദേഹം പറഞ്ഞു തരും. എനിക്ക് ഞാൻ പറയട്ടെ, ഏലിയ 8 അത്ഭുതം ചെയ്തോളൂ. എലീശ ചോദിച്ചത് ഇരട്ടി ആത്മാവാണ്. ഹല്ലേലൂയ. എലീശ ചെയ്തത് 15 ഉള്ളൂ, ഇരട്ടി കിട്ടിയില്ല, 1 കുറവ്. എന്നാൽ കേട്ടാട്ടെ, 2 രാജാക്കന്മാർ 13-ാം 20-21. എന്നാൽ എലീശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേയാണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശയുടെ കല്ലറയിലോട്ട് അങ്ങിട്ടു. കല്ലറ ആരാണ്ട് കുത്തി തുറങ്ങുക, സ്വർണ്ണമോ വെള്ളിയോ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ. ആ ദേശത്തൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം തുറക്കും. രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ പോലും കുത്തി തുറക്കും. അങ്ങനെ അയാൾ തുറന്ന് അതിനകത്തോട്ട് ഇട്ടു. അവൻ അതിൽ വീണ ഏലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൊന്ന് എഴുന്നേറ്റു. എന്താ കാര്യം? അല്ലെങ്കിൽ ഈ അസ്ഥിയും കൊണ്ടാണ് ചത്തഴയെല്ലാം കാണിക്കുമായിരുന്നു. എന്താ ഒരു കാര്യം? 15 ഉള്ളൂ. ഏലിയ 8 കാണിച്ചത്. ഇരട്ടി ആണെങ്കിൽ 16 ആവണം. അതുകൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇനിയും പറയുന്നത് കേട്ടാട്ടെ, വാഗ്ദത്തം മരിക്കുന്നില്ല, വാഗ്ദത്തം പിടിച്ചു വാങ്ങുക. കർത്താവ് നീയാണ് പറഞ്ഞത്, എനിക്കത് ചെയ്തു തരണം, ചെയ്തു തന്നേ ഒക്കത്തുള്ളൂ, പിടിച്ചെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ഇരട്ടി ആത്മാവിനെ തരണം. അത് നല്ല പ്രാർത്ഥനയല്ല കേട്ടോ, അത് കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണ്. ഏലീശായിക്ക് അന്ന് ഇരട്ടി ആത്മാവിനെ മതിയായിരുന്നു. എനിക്കും നിനക്കും ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇരട്ടി ആത്മാവിനെ പോരാ, കൂടുതൽ വേണം, ധാരാളമായിട്ട് തരണം, കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ആത്മാവിനെ തരണമെന്ന് പറയണം. ഇനിയുണ്ട് റിസ്ക് എടുത്തിട്ടുള്ളവർ വേദപുസ്തകത്തിനകത്ത്. പഴയ നിയമത്തിനകത്ത് ദാവീദ്, പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തു, പൗലോസ്, അപ്പോസ്തലന്മാർ. ഞാനും നീയും അവരിൽ ഒരാളിനെ പോലെ ആയിത്തീരണം. റിസ്ക് എടുക്കുന്നവരായിരിക്കണം. 5 വിശുദ്ധ ജീവിതം.
വിശ്വാസം അധികം വിശുദ്ധ ജീവിതമുള്ള ഒരു വ്യക്തിയായിത്തീരണം. വിശ്വാസവും വിശുദ്ധ ജീവിതവും. ഹല്ലേലൂയ. പലരും വിശുദ്ധ ജീവിതം എന്ന് പറയുമ്പോൾ പുറകെയുള്ള കാര്യങ്ങൾക്ക് വെള്ള വസ്ത്രമായിരിക്കണം, എനിക്ക് വിരോധമൊന്നുമില്ല. TV പാടില്ല, എനിക്ക് വിരോധമൊന്നുമില്ല, എൻ്റെ വീട്ടിലുമില്ല. ആഭരണം പാടില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അസൂയയും കുശുമ്പും ഉണ്ടോ? കുറ്റം പറയുന്നുണ്ടോ? ഭാര്യ അടിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ലയോ? ദശാംശം കൊടുക്കാതെ ജീവിക്കുകയാണോ? ചേട്ടനുമായിട്ട് മിണ്ടാത്ത വ്യക്തിയാണോ? അല്ലേ? ഇതൊക്കെയാണെന്നിട്ട് പിന്നെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണെന്ന് എന്താ പ്രയോജനം? ആഭരണം ഊരിക്കൊണ്ട് നടന്നാൽ എന്താ പ്രയോജനം? ഹാലോട് ഞാൻ ചോദിക്കുകയാണ്. ഇതാ നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഉത്തമഗീതം 2:15 ഞാൻ നേരത്തെയും പ്രസംഗിച്ചിട്ടുണ്ട് ഈ വാക്യത്തിൽ നിന്ന്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ഹല്ലേലൂയ. സഭയുടെ നിലവിളിയാണ്. എന്താ കാര്യം? അവ മുന്തിരി പൂക്കുമ്പോൾ ചെറു കുറുക്കന്മാർ വരും. നിന്റെ ശുശ്രൂഷ പൂക്കുന്ന സമയത്ത്, നിന്റെ കുടുംബജീവിതം പൂക്കുന്ന സമയത്ത്, നിന്റെ ജോലി പൂക്കുന്ന സമയത്ത്, നിന്റെ വരുമാനം പൂക്കുന്ന സമയത്ത്, നിന്റെ ആരോഗ്യം പൂക്കുന്ന സമയത്ത്, നിന്റെ പെരുമയും പൂക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, ചെറു കുറുക്കന്മാർ വരും, പെണ്ണുങ്ങൾ വരും, ആണുങ്ങൾ വരും. കള്ളക്കണക്ക് എഴുതാൻ ആഗ്രഹം തോന്നും. എന്ത് പറ്റും? മുന്തിരിവള്ളികൾ നശിപ്പിക്കും. അങ്ങനെയാണ് ചെറു കുറുക്കന്മാർ വന്നിട്ട് അതിന് മേൽ മുന്തിരിങ്ങ പറിക്കാനൊക്കത്തില്ല. അതെന്ത് ചെയ്യും? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മുന്തിരിങ്ങ കണ്ടിട്ടുണ്ട്, വാഴ കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. അതതിൻ്റെ തടിയൊക്കെ പിടിച്ച് കീറിക്കളയും, അതിൻ്റെ പൂക്കളെ നശിപ്പിക്കും, മുന്തിരി മല നശിപ്പിച്ച് കളയും. ഇന്നത്തെ നീ പറയുന്ന കേട്ടാട്ട്, ഇന്നിതിനെ പിടിച്ചില്ല എങ്കിൽ, ഈ ചെറു കുറുക്കന്മാരെ പിടിച്ചില്ലെങ്കിൽ അത് വളരും, അത് വളർന്ന് വലുതാകും. തീർന്നില്ല, അത് വളർന്ന് വളരെ വലുതാകും. പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. പിന്നെ നിൻ്റെ ദുസ്വഭാവം, കള്ളിൻ്റെ, വീഞ്ഞിൻ്റെ, പരസ്ത്രീ ബന്ധം, പരപുരുഷന്മാരുടെ ബന്ധം ആദ്യം ഒന്നേ ഉള്ളായിരിക്കാം. പക്ഷെ സാവധാനത്തിൽ 1, 2, 3 കള്ളക്കണക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് ആ കള്ളു കുടിച്ച് ആ ദേവദാസൻ്റെ കൊച്ചു വയ്ക്കാം. എന്നെങ്കിലും ആരെങ്കിലും ഒരാൾ നിർബന്ധിച്ച് കുടിപ്പിച്ച് ഇച്ചിരി ഉറങ്ങാൻ നല്ലതാ, ക്ഷീണിച്ച് വന്നതല്ലയോ, ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലയോ, കുടിച്ചാട്ടെ. കുടിച്ചും വെച്ച് കിടന്ന് ഉറങ്ങിക്കഴിയുക, ശരിയാണിത് ഉറക്കത്തിന് നല്ലതാണ്. പിന്നെ അങ്ങനെ സ്വഭാവമാണ്. ഈ ചെറു കുറുക്കന്മാരെ ആദ്യം തന്നെ പിടിച്ചില്ലെങ്കിൽ അത് വളരെ വലുതാകും. 6ാമത്തെ കാര്യം യൂണിറ്റി, ഐക്യത. പട്ടാളം പോലെയാണ് ഐക്യതയുടെ ബലം. ഒരു വലിയ പട്ടാളത്തിൻ്റെ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഐക്യതയിലാണെങ്കിൽ, ഒരു സഭയിലെ മൂപ്പന്മാർ തമ്മിൽ ഐക്യതയാണെങ്കിൽ, ഒരു സംഘടനയിലെ സീനിയർ പാസ്റ്റേഴ്സ് തമ്മിൽ ഐക്യതയാണെങ്കിൽ, അതൊരു പട്ടാളം പോലെയാണ്. ഒരു യൂണിറ്റി നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകണം, ഒരു യൂണിറ്റി നമ്മുടെ സഭയിലുണ്ടാകണം, ഒരു യൂണിറ്റി നമ്മുടെ സംഘടനയിൽ ഉണ്ടാകണം. നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യം ഉദ്ധരിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം. ബാബേൽ ഗോപുരം പണിയാണ്. ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് ബാബേൽ ഗോപുരം ആരാ പണിയുന്നത്? ദൈവമക്കൾ. ഹല്ലേലൂയ. ബാബേൽ ഗോപുരം മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നോക്കിയെന്നേ ഉള്ള അർത്ഥം. അതായത് അവിടുന്ന് ഇവിടെ വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നു, ഇതൊന്നും അവർക്ക് അസാധ്യമല്ല. ആരാ? ഐക്യതയുള്ളവർ. ഐക്യതയോടെ സംസാരം. ഒരു ഭാഷ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പണിയണം, എല്ലാവരും പറയാം നമുക്കിത് പണിയണം, നമുക്കിത് പണിയണം, നമുക്കിത് പണിയണം, നമുക്കിത് പണിയണം. ഒരൊറ്റ ശബ്ദം പറഞ്ഞ് നമുക്ക് ആ ഭാഷ കലക്കണം. ദൈവം ഭാഷ കലക്കി. ഭാഷ പോലെ അവർ ചിന്തിച്ചു. ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നമ്മൾ ഐക്യത ഉണ്ടാക്കിയെടുക്കണം. ഐക്യത സ്വയം ഉണ്ടാകുന്നില്ല, ഐക്യത ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യത ഉണ്ടാക്കിയെടുക്കണം, നിങ്ങളുടെ സഭയിൽ ഐക്യത ഉണ്ടാക്കണം. ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്താണ് ഐക്യതയെ പറ്റി പഠിച്ചത്. ഞാൻ എൻ്റെ സഭയിലോടൊക്കെ പറഞ്ഞു നമുക്ക് ഐക്യതയോടെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം, ഞങ്ങളുടെ പൈസ ഇല്ല, ഞങ്ങൾക്ക് വിദേശത്തുനിന്ന് ഞങ്ങൾ 4 ഏക്കർ ഭൂമി വാങ്ങിച്ചു. 4 ഏക്കർ ഭൂമി 10,000 രൂപയ്ക്ക് വാങ്ങിച്ചു. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 150 രൂപയേ ഉള്ളൂ. ഇത് കേട്ടുകൊണ്ട് എൻ്റെ വിശ്വാസികളെല്ലാം 1 മാസത്തെ ശമ്പളം എൻ്റെ തന്നു. 1 മാസത്തെ, സകലരും തന്നു 1 മാസത്തെ ശമ്പളം. ആരെ? പാവപ്പെട്ടവർ. അവർ തന്നു. ഞങ്ങളുടെ ഐക്യതയുടെ കാര്യമുണ്ട്. ഇന്നും ഞങ്ങളുടെ സംഘടന വളരുന്നതും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഐക്യത കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. ഞങ്ങൾ പത്താംകോട്ട് വന്നു കഴിഞ്ഞും വെച്ച് ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ വന്നിട്ട് എനിക്ക് 10 ലക്ഷം രൂപ പുരയിടം വാങ്ങിക്കാൻ തന്നു. എൻ്റെയൊക്കെ പറഞ്ഞു, നോക്കിയാൽ ഇത് നിൻ്റെ കുടുംബത്തിനാണ്, നിൻ്റെ ഭാര്യയുടെയും ലില്ലിയുടെയും അബിയുടെയും പേരിൽ പുരയിടം വാങ്ങിക്കണം, ഇതിനകത്തൊരു പഴവർഗ്ഗങ്ങളുടെ തോട്ടം വെക്കണം, ഓർച്ചാർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. ഓർച്ചാർഡ് പണിയണം. അദ്ദേഹം കണ്ടു ഇങ്ങനെ പോകുന്നിടത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെയും ആപ്പിളിൻ്റെയൊക്കെ ഓർച്ചാർഡ് കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം. ഒരു ഓർച്ചാർഡ് പണിയണം, അതിനകത്തൊരു വീട് പണിയണം. അത് നിൻ്റെ ഭാര്യയ്ക്കും ലില്ലിക്കും അബിയുടെയും പേരിലായിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബൈബിൾ സ്കൂൾ പറയണം. അദ്ദേഹം ലാസ്റ്റിൽ നിവർത്തിയില്ലാതെ സമ്മതിച്ച് എനിക്ക് 10 ലക്ഷം രൂപ തന്നു.
ഞാൻ അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പുരയിടം കണ്ടു. ആ പുരയിടക്കാരൻ പറഞ്ഞു, ഞാനിത് 1/4 ഏക്കർ വെച്ചേ തരത്തുള്ളൂ. അദ്ദേഹത്തിന് ഇൻകം ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പറഞ്ഞു 1/4 ഏക്കർ, 1/2 ഏക്കർ ആട്ടെ. ഞാൻ നിങ്ങൾ 4 പേരെ അതിനകത്ത് ഒന്ന് കൈ കോർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇത് വേറെ ആരും വാങ്ങിക്കരുത്. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇതിനകത്തൊന്ന് 1/4 ഏക്കറോ 1/2 ഏക്കറോ വേറെ ആർക്കെങ്കിലും വിറ്റാലോ? ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങൾ കേരളക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് കൊടുത്താലോ? അതിൻ്റെ ഒരു അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരാണ്, 2 പേരാ അതിൻ്റെ നടുക്കായി പുരയിടം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് വേറെ ആരും വാങ്ങിക്കരുത്. സ്വർഗസ്ഥനായ ദൈവമേ, ഇത് മുഴുവൻ ഞങ്ങൾക്ക് തരണം. ഞാനൊരു വരയിട്ടു. ഈ കാണുന്ന ഉയർന്ന ഭൂമി, ഏകദേശം 30 ഏക്കർ ഭൂമിക്കകത്തുനിന്ന് ഞാനൊരു വരയിട്ടു. ഏകദേശം 3.5 ഏക്കർ വേറെ ആരും വാങ്ങരുത്, എനിക്ക് തരണം. എന്നിട്ട് ഇതിനകത്ത് ഞാനൊരു ബൈബിൾ സ്കൂൾ പണിയും. എന്നിട്ട് ഞാനിവിടെ എനിക്ക് വീട് പണിയും. എന്നിട്ട് എപ്പോഴെങ്കിലും ഞാനൊരു ചർച്ച് പണിയും, ഇവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിലും. അവിടെ എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി താമസിക്കാൻ, വരുന്ന അധ്യാപകർക്ക് താമസിക്കാനായിട്ട് ഞാൻ അവിടെ കെട്ടിടം പണിയും. ഞാനെല്ലാം കൂടെ പ്ലാൻ ഇട്ടു. സ്വർഗസ്ഥനായ ദൈവം ഞങ്ങൾക്കത് മുഴുവൻ, ഞങ്ങൾ വരയിട്ടിടത്ത് മുഴുവൻ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ബൈബിൾ സ്കൂൾ പണിയാൻ തുടങ്ങി. 13 മുറിയുടെ ഒരു കെട്ടിടം പണിയാൻ തുടങ്ങി. 10 മുറി പണിതു, കെട്ടിടം പണി. ബാക്കി 3 മുറി കൂടെ പണിയണം. പൈസ തീർന്നു. മേലിൽ കമ്പി ഇട്ടിരിക്കുകയാണ്, ഭിത്തിയുടെ മേലിൽ കമ്പി ഇട്ടിരിക്കുകയാണ്. സിമെൻറ്റ് ഹാൻഡ് വാങ്ങിക്കാൻ രൂപയില്ല. 10,000 രൂപ വേണം. ഈ 10 ലക്ഷം രൂപ, പിന്നെ ഒരു 1.25 ലക്ഷം രൂപയുടെ തന്നൊരു വണ്ടി വാങ്ങിക്കാൻ. ഞാൻ പാസ്റ്റർ ജോണോസിന് എഴുതിയേ, അങ്ങനെ ഇത്രയും സഹായിച്ചല്ലോ, എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം. 10,000 എനിക്കറിയാമായിരുന്നു തരുമെന്ന്. എടാ, 11,10,10,000 രൂപ തന്ന മനുഷ്യൻ 10,000 രൂപ എനിക്ക് തരാതിരിക്കുമോ? ഞാൻ എഴുതി. അദ്ദേഹം എനിക്ക് ദേഷ്യപ്പെട്ട ഒരു എഴുത്തെഴുതി, ഡോണ്ട് ആസ്ക് മീ മണി, യു പ്രേ, ഐ വിൽ നോട്ട് ഗിവ് യു മണി. അദ്ദേഹം എനിക്ക് തന്നില്ല. എൻ്റെ കെട്ടിടം പൊട്ടാൻ തുടങ്ങി. മേസ്തിരി വന്നൊരു പ്രായമുള്ള മേസ്തിരിയാണ്. ഈ പച്ചനറിയാം, മാത്യു ജോർജിനറിയാം. പൊട്ടാൻ തുടങ്ങി. എന്തൊക്കെ വന്ന് പറഞ്ഞ്, എളുപ്പം മേളത്തെ വാർപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മഴ വരിക, അടുത്ത മാസത്തിൽ മഴയാണ്. മഴ വരുന്നതിന് മുമ്പ് ഇട്ടില്ലെങ്കിൽ ഈ കെട്ടിടം തകർന്ന് താഴെ വീഴും. ഞാൻ ചെന്നു, കക്കൂസപ്പുറത്താണ്. അവിടുന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ ആ ഭിത്തിയെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭിത്തിയെ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവ്, ജോണസിൻ്റെയൊക്കെ ഞാൻ 10,000 രൂപ ചോദിച്ചിട്ട് വന്നില്ല, അല്ല ഇഷ്ടം പോലെ പണമുള്ള മനുഷ്യനാണ്. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന രൂപയും അങ്ങ് നിന്നു. എന്തുകൊണ്ടാണ്? അന്നേരം മാറി. ഇന്ന് ഞങ്ങൾ 4 പേര് പ്രാർത്ഥിച്ചതിൽ ഒരാൾ മാറി എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ PG വർഗീസ് എന്തിനാ PG വർഗീസിൻ്റെ സ്ഥലത്ത് വാങ്ങിക്കുന്നത്? 4 സ്ഥലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏക്കർ വാങ്ങിച്ചു. ഒരാളിൻ്റെ അഭിപ്രായ വ്യത്യാസം കാരണം, ഒരാൾ യൂണിറ്റി നഷ്ടപ്പെട്ടത് കാരണം ഞങ്ങളുടെ പണം നിന്നു. അദ്ദേഹം അങ്ങ് മാറി, ഞങ്ങൾക്ക് പണം വരാൻ തുടങ്ങി. അവിടുന്ന് കേരളത്തിൽ നിന്ന് വന്നു, കുവൈറ്റിൽ നിന്ന് വന്നു, ദുബായിൽ നിന്ന് വന്നു, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഞങ്ങൾക്ക് രൂപ വരാൻ തുടങ്ങി. മാത്രമല്ല, പെന്തിക്കോസുകാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാത്ത ഒരു മനുഷ്യൻ 10,000 രൂപ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തരത്തില്ല, ഞങ്ങൾക്ക് തരട്ടെ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഐക്യത ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഐക്യത ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ സംഘടനയിൽ ഐക്യത ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ സഭയിൽ ഐക്യത ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഐക്യത ഉണ്ടാക്കണം. ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യം വഴിമാറും. 7ാമത്തെ കാര്യം, പ്രാർത്ഥന. ശിംശോൻ ഒത്തിരി കൃപാവരങ്ങളുണ്ടായിരുന്നു. ഹി ഡിഡ് നോട്ട് ലാക്ക് ഗിഫ്റ്റ്സ്, ബട്ട് ഹി ലാക്ക്ഡ് ക്യാരക്ടർ. അവന് കൃപാവരങ്ങളുടെ കുറവില്ലായിരുന്നു, സ്വഭാവ ഗുണത്തിൻ്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയോ ആ വിഷയത്തിന് അത്യാവശ്യമായിട്ട് കാര്യം കാണാൻ മാത്രം. ഒത്തിരി പേരുടെ പ്രാർത്ഥന ഇന്ന് കണ്ട, കർത്താവേ, എൻ്റെ മൂത്തവന് എങ്ങനെങ്കിലും കർത്താവേ കുവൈറ്റിലേക്കുള്ള വിസ എല്ലാം നീ ശരിയാക്കി തരണമേ കർത്താവേ, എൻ്റെ മകളെ കർത്താവേ എങ്ങനെങ്കിലും ഐസ് വീഴുന്നതായിട്ടുള്ള അയർലൻഡിൽ കൊണ്ടുപോകണമേ കർത്താവേ, ഞങ്ങളുടെ പുരയിടത്തിൻ്റെ ആതിരിനി വസ്താരമാക്കി തരണമേ കർത്താവേ. അവരൊരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് കടയിൽ പോകുന്നത് പോലാണ്, അല്ലേ? പക്ഷേ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ഒരു കുഞ്ഞിനെ നീ വിളിച്ചാൽ ഞാൻ പുറകോട്ട് പിടിക്കാതെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കും. കർത്താവ്, നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പപ്പ ഒരു 10 ഏക്കർ വിൽക്കാൻ കിടക്കുകയാണ്. അവിടെ കയറി എന്നോട് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അവിശ്വാസിയാണ്, ദൈവത്തോട് വിശ്വാസമില്ല. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്തോ കെറുക്കാണോ. അവിടെ എന്നോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ ഭൂമി എല്ലാം എനിക്ക് തരണം. പപ്പടെ പൈസ ഇല്ല കേട്ടോ. പപ്പ പൊട്ടിപ്പാലിസായി നിൽക്കുന്ന ഒരു സമയമാണ്. അതിന് കാരണങ്ങളുണ്ടായി. പൊട്ടിപ്പാലിശ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവ്, ഇത് വിൽക്കാനിട്ടിരിക്കുകയാണ്. 8-10 പേരുടെ പേരിലാണ്. കർത്താവ് 10-15 പേരുടെ പേരിലാണ്. കർത്താവ്, ഇത് വേറെ ആരും വാങ്ങിക്കരുത്. ഇതിനിടയ്ക്ക് ഇത് മുഴുവൻ എനിക്ക് തരയണമേ. കർത്താവ്, നീ ഇത് തന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ദശാംശം ഞാൻ ഏതെങ്കിലും ഒരു ബന്ധുക്കോസ്, യാക്കോബക്കാരൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. കാരണം പപ്പായ്ക്ക് അറിയാമായിരുന്നു ബന്ധുക്കോസുകാർ ദൈവവേല ചെയ്യുന്നവരാണെന്ന്. ഹല്ലേലൂയ. പപ്പ ഒരു മർത്തോമ പള്ളിയിൽ പോലും പോയിട്ടില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പപ്പായ്ക്ക് ദൈവം കൊടുത്തു. നിൻ്റെയും പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം?
നീ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നീ എന്നോട് പറയണമേ. അവൻ ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. പ്രാർത്ഥിക്കാതെ, ആവശ്യത്തിലധികം പ്രാർത്ഥിക്കാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരാളുടെ പേര് പറയാമോ? ഞാൻ ആരെയും കാണുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ആരെയും കാണുന്നില്ല കേട്ടോ. ശൗൽ രാജാവ്, അവൻ്റെ ആദ്യകാലത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവവചനം ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. അധികാരം തലയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിന്നു. പ്രവാചകന്മാരെ വിളിച്ചില്ല, ദൈവവചനം അന്വേഷിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? സ്വന്തം വാളേൽ വീണ് മരിക്കേണ്ടി വന്നു. അനുതാപവും ഉയർച്ചയും അവൻ്റെ ജീവിതത്തിനകത്ത് നിന്നു. ശലോമോനും അതാ പറ്റിയത്. അവൻ്റെ ആദ്യകാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വേറെ ചില പാപങ്ങളൊക്കെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ അന്യ സ്ത്രീകൾ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതും എല്ലാം, പിന്നെ ധൂർത്തടിച്ചുള്ള ചെലവ്, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവന് നശിച്ചുപോയി. എന്നാൽ ദാവീദ് എല്ലാ കാലത്തും നിലനിന്നു. ഹല്ലേലൂയ. ദാവീദ് എല്ലാ കാലത്തും നിന്നു. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിനകത്തെല്ലാം അവൻ്റെ കൂടെ വേദോസ്തം ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ദൈവദാസന്മാരുണ്ടായിരുന്നു, അവൻ്റെ കൂടെ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ, ദൈവദാസന്മാരുമായിട്ടുള്ള സഹവാസം. ഹല്ലേലൂയ. മാത്രമല്ല ദൈവവചനവുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന പറയുന്നവരുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു പാസ്റ്ററായിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അല്ല, ഞാനൊരു വിശ്വാസിയായിരിക്കുന്ന കാലത്തും എൻ്റെ കയ്യിൽ മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി 4 വേദോസ്തം വെച്ച് വായിച്ചു. ഞങ്ങളുടെ ഓമിനകത്ത് ടീം വന്നു, ബോയ്സിൻ്റെ ടീം. ഞാൻ അവരൊക്കെ ചെന്ന് ചോദിച്ചു, ഡോക്ടർ കെ പി യോഹന, അന്ന് കെ പി യോഹനായിരുന്നു ലീഡർ. ഞാൻ പറഞ്ഞു എന്നെ കൂടെ എടുക്കുമോ? എടുക്കത്തില്ല. അവർ വിചാരിച്ചു ഈ പട്ടാളക്കാരൻ ഞങ്ങളുടെ കൂടെ വരുന്ന അമേരിക്കയിൽ പോകാനായിരിക്കും, അത് എന്നെ എടുത്തില്ല കേട്ടോ. പിന്നീട് എടുത്തു. സുവിശേഷത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ സ്നേഹിതനായിരുന്നു. പെൺകുട്ടികളുടെ ടീം വന്നു. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ആഹാരം കൊടുത്തു. 8-10 പേര് ആഹാരം കൊടുത്തു. 8-10 പേര് ഒരു പട്ടാളക്കാരൻ ആഹാരം കൊടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷേ ഞാൻ കൊടുത്തു. ഹല്ലേലൂയ. അവരൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓഫീസിൽ പോകുമല്ലോ, ലില്ലി അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ദൈവദാസന്മാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കട്ടെ, ദൈവവചനമായിട്ട് ബന്ധമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പൗലോസിൻ്റെ അവസാന കാലത്തെ അവൻ്റെ കത്ത് കേട്ടാട്ടെ. 2 തിമോത്തി 4:13. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. 1, അവൻ വരണം. 2, എൻ്റെ ദൈവത്തിൻ്റെ വചനം എനിക്ക് വേണം. ഹല്ലേലൂയ. എന്തിനാ അവൻ തന്നെ വരുന്നേ? കൂട്ടായ്മയ്ക്ക്. പുസ്തകം കൊണ്ട് വരുന്നത് മാത്രമല്ല, അവൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ഒന്നിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരു മനസ്സുള്ളവരാണ്. ഹല്ലേലൂയ. യേശു ക്രൂശിൽ കിടന്നു പോലും പ്രാർത്ഥിച്ചു, പിതാവേ കൂട്ടായ്മ. ഹല്ലേലൂയ. കൂട്ടായ്മ. 8ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വ്യത്യാസം വരുത്തുവാൻ, ദൈവം പറയുന്ന കാര്യത്തിനകത്ത് വ്യതിയാനം വരുവാൻ, ചേഞ്ചസ് വരുത്തുവാൻ നിനക്ക് മനസ്സുണ്ടാകട്ടെ. അടിസ്ഥാന വേദോപദേശം വ്യത്യാസപ്പെടുത്താൻ നമുക്ക് വാക്യമില്ല, നമുക്ക് അനുവാദമില്ല. അടിസ്ഥാന വേദോപദേശം മാറ്റാൻ പോപ്പിന് അവകാശമില്ല, വലിയ മെത്രാച്ചന് അവകാശമില്ല, വലിയ പാസ്റ്റർക്ക് അവകാശമില്ല, ചീഫ് പാസ്റ്റർക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിനകത്തൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം. ചിലർ പറയും പുറപ്പാട് 40-ാം അധ്യായത്തിനകത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്ത് സമാഗമന കൂടെ ഉണ്ടാക്കിയപ്പോൾ 36-ാമത്തെ വാക്യം, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മോശയോട് പറഞ്ഞതുപോലെ നമ്മളും ചെയ്യാമെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. എനിക്ക് ക്ലാസ് എടുത്ത വലിയൊരു ദൈവദാസം പറഞ്ഞതാണ്. അന്നേരം എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു. മോശയോട് നീ പറയുന്നത് കേട്ടാ, മോശയോട് പറഞ്ഞതുപോലെ മോശ ചെയ്തു, എന്നോടും നിന്നോടും പറയുന്നത് പോലെ നീ ചെയ്യണം. എൻ്റെയൊക്കെ ചെടി വന്ന് പറഞ്ഞുകൊണ്ട് വർഗീസ്, നീ ഒന്ന് കളറുള്ള ഷർട്ട് ഇടുന്നത്. ഒരു ചെറുപ്പക്കാരൻ, TPM കാരനാണ് ചെറുപ്പക്കാരൻ, ഒരു പോസ്റ്റ് കാർഡിനകത്ത് വളരെ എളിമയുള്ള ഭാഷയിൽ എഴുതി, വർഗീസ് ബ്രദറെ, കമ്മ്യൂണിസ്റ്റുകാർ പോലും രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിയുമ്പം വെള്ള വസ്ത്രം ഇടുന്നു, വർഗീസ് എന്തിനായി കളർഫുൾ ഷർട്ട് ഇടുന്നത്, കളർഫുൾ ജുബ്ബ ഇടുന്നത്, എന്തുകൊണ്ട് വെള്ള വസ്ത്രം ഇടുന്നില്ല? ഞാൻ അദ്ദേഹത്തിന് വളരെ സരളമായ ഭാഷയിൽ മറുപടി എഴുതി. ബ്രദറിൻ്റെ ഉപദേശത്തിന്, ആ ചോദ്യത്തിന് നന്ദി. ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. വെള്ള വസ്ത്രത്തേക്ക് പോകാൻ എന്താ പ്രയാസം? വെള്ള വസ്ത്രമാണ് കുറച്ചുള്ളൂ. ഇപ്പം 3 ഷർട്ട് മതി. ആർക്കും അറിയത്തില്ല എത്ര ഷർട്ടുണ്ടെന്ന്. ടെലിവിഷനകത്ത് വന്നൊന്നും എനിക്ക് പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു ദൈവം എന്തൊക്കെ പറഞ്ഞു. ഞാൻ ഈ ലോകത്തിലുണ്ടാകിയ ഇലകൾ പോലും പല നിറമാണ്, പൂക്കളെല്ലാം പല നിറമാണ്, പക്ഷികളെല്ലാം പല നിറമാണ്, നിറങ്ങളെല്ലാം സമാഗമന കൂടാരത്തിന് പോലും പല നിറങ്ങളായിരുന്നു. വർഗീയത്തിന് നിനക്ക് ഇഷ്ടമുള്ള നിറമിട്ടാട്ടെ, അതുകൊണ്ട് ഞാൻ നിറം മാറ്റിയില്ല. ദൈവം നിന്നോട് പറയുന്നത് അടിസ്ഥാന വേദോപദേശം മാറരുത് കേട്ടോ, അടിസ്ഥാന വേദോപദേശം മാറരുത്. ബാക്കിയുള്ളതിനകത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വാശി പിടിച്ച് നിൽക്കാതെ ദൈവം നിന്നോട് പറയുന്ന പോലെ ഞാൻ എന്തെയും ചെയ്യണം. പക്ഷേ ഏറ്റവും അവസാനത്തെ കാര്യം, ഹല്ലേലൂയ, എന്ത് ചെയ്തിരുന്നാലും ദൈവനാമം മഹത്വമായിരിക്കണം. നിൻ്റെയും എൻ്റെയും ലക്ഷ്യം
എൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തെറ്റഭിപ്രായം ഉണ്ടാകാം. ഈ വർഗീസ് തനത്തിന് അഹങ്കാരം പറയുന്നവന്, ഞാൻ ചെയ്തു, ഞാനിങ്ങനെ ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ പോഴ്ചെടുക്കുവാണ്. ഇല്ല, ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ താണു വീണ് ഞാൻ നീ പറയുന്നത് കേട്ടാട്ടെ. അഹങ്കാരത്തോട് പറയല്ല. ഞാൻ അഹങ്കരിച്ച് പറയുവാണെങ്കിൽ ദൈവം എന്നെ ഓടിച്ചിട്ടടിക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞത് കേട്ടോ. ഞാൻ എൻ്റെ പുകഴ്ചയ്ക്കിട്ടാണ് പറയുന്നതെങ്കിൽ ദൈവം എന്നെ ഓടിച്ചിട്ടടിക്കുമെന്ന് എനിക്കറിയാം. വേണ്ട, എനിക്ക് 84 വയസ്സായി, ഇനി എത്ര നാളൂടെ ഞാൻ ജീവിച്ചിരിക്കും? ഞാൻ ജീവിച്ചിരിക്കുന്നത് കാലത്തോളം, ഞാൻ ജീവിച്ച് കഴിച്ചിട്ടും എൻ്റെ പ്രസംഗങ്ങൾ ആരെങ്കിലും കേൾക്കുമ്പോൾ, എൻ്റെ പുസ്തകങ്ങൾ ആരെങ്കിലും വായിക്കുമ്പോൾ PG വർഗീസ് മഹാനായിരുന്നല്ല, PG വർഗീസിൻ്റെ ദൈവം നല്ലവനായിരുന്നു, അവൻ മഹാനായിരുന്നു എന്ന് പറയുവാൻ മാത്രമിടയായി തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളും ജീവിതം സമർപ്പിക്കുമോ? ഞാനീ പറഞ്ഞ 8 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങളൊരു ജയാളിയായി ജീവിച്ച് ജയാളിയായി ജീവിതം അവസാനിപ്പിക്കുവാൻ, നിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിന്നെ സഹായിക്കും. സാധാരണക്കാരനായിട്ട് ജീവിച്ച് സാധാരണക്കാരനായിട്ട് മരിക്കുവാൻ വിസമ്മതിക്കുക. സ്ത്രീയെ വിസമ്മതിക്കുക, പുരുഷ വിസമ്മതിക്കുക, ദൈവദാസ വിസമ്മതിക്കുക, വിദ്യാർത്ഥി വിസമ്മതിക്കുക, യൗവനക്കാരെ വിസമ്മതിക്കുക. ഹല്ലേലൂയ. ഒരു ജയാളിയായിട്ട് ജീവിച്ച നിങ്ങൾ വിശ്വാസക്കാരനായിരിക്കാം, നിങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കാം, നിങ്ങൾ ഒരു അധ്യാപകനായിരിക്കാം, നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം. നിങ്ങൾ ജയാളിയായിട്ട് ജീവിച്ച് ജയാളിയായിട്ട് മരിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആര് പറയും, വർഗീസ് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഞാനൊരു പരാജിതനാണ്, ജീവിതത്തിനകത്ത് പരാജിതനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ വർഗീസ് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, എനിക്ക് കുറച്ചുകൂടെ ജയാളിയായിട്ട് ജീവിക്കണം, എനിക്ക് കുറച്ചുകൂടെ ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, ഞാനും നീയും ജയാളിയായി ജീവിച്ച് ജയാളിയായി മരിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ആ പ്രാർത്ഥനയുള്ളവർ നെഞ്ചത്ത് കൈവയ്ക്കാം. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, എൻ്റെ ഈ പ്രാർത്ഥനകൾ, എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും ജയാളിയായി ജീവിച്ച് ജയാളിയായി മരിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകട്ടെ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, ദൈവത്തിൻ്റെ കൃപ അവരെ തേടി വരട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ ജയാളിയായി ജീവിച്ച് ജയാളിയായി മരിക്കുക. ഹല്ലേലൂയ. സാധാരണക്കാരനായി ജീവിച്ച സാധാരണക്കാരനായിട്ട് ഭൂമിക്കടിയിലേക്ക് പോകുവാൻ, ശവക്കുഴിയിലേക്ക് പോകുവാൻ ഇടയായി തീരരുത്. പിന്നെയോ അടുത്ത തലമുറയ്ക്കൊരു മാതൃകയായിട്ട് അമ്മച്ചി പറയുന്നത് കേട്ടാട്ടെ, ആൻറ്റി ഞാൻ പറയുന്നത് കേട്ടാട്ടെ, എൻ്റെ പെങ്ങളെ ഞാൻ പറയുന്നത് കേട്ടാട്ടെ, എൻ്റെ സഹോദരൻ ഞാൻ പറയുന്നത് കേട്ടാട്ടെ, പ്രിയപ്പെട്ട വിശ്വാസി ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഹല്ലേലൂയ. കുറച്ചുകൂടെ നല്ല വിശ്വാസിയായിട്ട് ജീവിച്ച അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായിട്ട് ജീവിക്കുവാൻ, ഒരു ആവേശം കൊടുക്കുന്ന വ്യക്തിയായിട്ട് ജീവിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ 8 ഗുണങ്ങളും നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുത്താട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രായോഗികമാക്കിയട്ടെ. ഹല്ലേലൂയ. അസാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുവാൻ ഇടയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തോട് ചേർന്ന് നടക്കുക. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. ദൈവത്തിലുള്ള വലിയ വിശ്വാസം നിങ്ങളുടെ മുതൽക്കൂട്ടായിരിക്കട്ടെ. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ എന്ന് പറഞ്ഞാട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.